സമൂഹത്തിലെ ദുർബലരുടെ സങ്കടം സ്വന്തം സങ്കടമായി കാണാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പൊതുപ്രവർത്തകർക്കാകണമെന്ന് മുഖ്യമന്ത്രി. സർക്കാരിന് സാധ്യമാകാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കമ്പനികളുടെ CSR ഫണ്ട് അടക്കം പ്രയോജനപ്പെടുത്താനാകുമോ എന്നാണ് ആലോചിക്കുന്നതെന്ന് VD സതീശൻ ഒറ്റപ്പാലം ചന്ദ്രമ്മ മാധവൻ നായർ ട്രസ്റ്റിന്റെ എ ഹോം ഓഫ് യുവർ ഓൺ പദ്ധതിയിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സഹജീവികളുടെ ഇല്ലായ്മകളെ പരിഗണിച്ചു മാത്രം ജീവിക്കാൻ കഴിയുന്ന നല്ല മനുഷ്യരാണ് സമൂഹത്തെ പ്രസാത്മകമാക്കുന്നത്. അങ്ങനെയുള്ളവരുടെ മികച്ച ശ്രേണിയിലാണ് CMN ട്രസ്റ്റ് ചെയർമാൻ പമ്പാവാസൻ നായർ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതുപോലെയുള്ള സംഘടനകളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നു. കോടികൾ വിലയുള്ള മരുന്നുകൊണ്ട് മാത്രം സുഖപ്പെടുന്ന മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾ അടക്കമുള്ളവരുണ്ട്. അവർക്കുള്ള മരുന്നടക്കം വിദേശത്തു നിന്ന് എത്തിക്കണം. സ്വന്തം മാതാപിതാക്കളുടെ പേരിൽ ട്രസ്റ്റ് രൂപീകരിച്ച് പുണ്യപ്രവർത്തനങ്ങൾ നടത്തുന്നത് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആദരമാണ്. 6 അടി മണ്ണ് മരിക്കുമ്പോഴല്ല, ജീവിച്ചിരിക്കുമ്പോഴാണ് വേണ്ടത്. അതുപോലും ഇല്ലാത്തവർക്ക് വീടും സ്ഥലവും നൽകുക വഴി CMN ട്രസ്റ്റ് സമൂഹത്തിന് മാതൃകയാവുകയാണ്. ഓരോ പഞ്ചായത്ത് അംഗങ്ങളും അതാത് വാർഡുകളിലുള്ള കിടപ്പ് രോഗികളുടെയും നിരാലംബരുടെയും അവസ്ഥ സംബന്ധിച്ച് ജാഗ്രതയുള്ളവരായിരിക്കണം. യഥാസമയത്ത് സഹായമെത്തിക്കാൻ CMN ട്രസ്റ്റ് പോലുള്ള സംഘടനകളുമായുള്ള സഹകരണം സഹായിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാതാപിതാക്കളുടെ പേര് വെച്ചുണ്ടാക്കിയ CMN ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വീടുകൾ, പൂർത്തിയായ വീടുകളുടെ താക്കോൽ ദാനമാണ് ഈ ചടങ്ങ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർ ഭൂരഹിതരായ ആളുകളുണ്ട്, ഭവനരഹിതരായ ആളുകളുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിക്കും അവരുടെ സങ്കടം. ഈ വലിയ ഭൂമിയിൽ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവരുടെ സങ്കടം എത്ര വലിയ സങ്കടമായിരിക്കും. നമ്മൾ പണ്ട് പറയും 6 അടി മണ്ണ് പോലും ഇല്ല. 6 അടി മണ്ണ് മരിക്കുമ്പോൾ കുഴിച്ചിടാനാണ്. മരിക്കുമ്പോഴല്ല ഭൂമി വേണ്ടത്, ജീവിച്ചിരിക്കുമ്പോഴാണ് വീട് വെക്കാൻ ഒരു ഭൂമി വേണ്ടത്. യഥാർത്ഥം ആ ഭൂമി വേണം. ആ ഭൂമിയിൽ 4 ചുവരുകളും മേൽക്കൂരയുമുള്ള ഒരു വീടുണ്ടാക്കി കുടുംബാംഗങ്ങളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹമില്ലാത്തവർ ആരായുള്ളത്? അവർക്കതിന് കഴിയുന്നില്ല. നിസ്സഹായരായ മനുഷ്യർ. നമ്മളത് കണ്ടില്ല എന്ന് നടിച്ചാൽ പിന്നെ എന്താണ് അതിനർത്ഥം? നമ്മൾ പൊതുപ്രവർത്തകരാകുന്ന ആളുകൾ, നമുക്ക് എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും നമ്മുടെ വിഷയമല്ലാതെ എന്ന് വിചാരിക്കും. അത് വേറെ ആരുടെയോ വേറെ ഏതോ കുടുംബത്തിലുള്ള ഒരു വിഷയമായി കണക്കാക്കാം. പക്ഷെ യഥാർത്ഥ ഒരു പൊതുപ്രവർത്തകനും നന്മ നിറഞ്ഞ ഒരാൾക്കും അത് കാണാൻ കഴിയില്ല. മറ്റുള്ളവരുടെ സങ്കടം നമ്മുടെ സങ്കടമായി മാറുമ്പോഴാണ് നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. പമ്പാവാസൻ നായർ അദ്ദേഹം ബിസിനസ് ചെയ്ത് അദ്ദേഹം ധനികനായ ഒരാളാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ധനികരായ ആളുകളുണ്ട്. ധനികരായ ആളുകൾ പലരും ഇതൊന്നും ചെയ്യുന്നില്ല. ചെയ്യുന്ന നല്ല മനുഷ്യരുണ്ട്. ആ നല്ല മനുഷ്യരുടെ ഗണത്തിൽ, നല്ല മനുഷ്യരുടെ ശ്രേണിയിലാണ് അദ്ദേഹം എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. എടുത്ത തീരുമാനങ്ങൾ എന്ത് പ്രതിബന്ധം വന്നാലും നിശ്ചയദാർഢ്യത്തോടെ നടപ്പാക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിന്റെ പ്രതീക്ഷയാണെന്ന CMN ട്രസ്റ്റ് ചെയർമാനും ഗൾഫ് വ്യവസായിയുമായ പമ്പാവാസൻ നായർ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ഭവന പദ്ധതി അടക്കമുള്ള സഹായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ ട്രസ്റ്റിന് സാമൂഹ്യ പ്രവർത്തകർ ഒന്നടങ്കം നൽകുന്ന പിന്തുണ പ്രചോദനമാണെന്നും അദ്ദേഹം പറഞ്ഞു. 13 കുടുംബങ്ങൾക്ക് പുതിയ വീടുകളുടെ താക്കോലുകൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLAമാരും സമ്മാനിച്ചു. ട്രസ്റ്റ് പുതിയതായി നിർമ്മിച്ചു നൽകുന്ന 10 വീടുകളുടെ ധാരണാപത്രവും ചടങ്ങിൽ വിതരണം ചെയ്തു. പൊതുവിദ്യാഭ്യാസ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി N ഷംസുദ്ദീൻ, പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ മന്ത്രി KA തുളസി, MLAമാരായ M വിൻസെന്റ്, P മമ്മിക്കുട്ടി, അഡ്വക്കേറ്റ് K പ്രേംകുമാർ, VT ബൽറാം, BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് PK കൃഷ്ണദാസ്, ട്രസ്റ്റി കലാ പമ്പാവാസൻ എന്നിവർ സംസാരിച്ചു. CMN ട്രസ്റ്റി വിഘ്നേഷ് പമ്പാവാസൻ സ്വാഗതവും മാനേജർ സന്തോഷ് കയറാട്ട് നന്ദിയും പറഞ്ഞു. പ്രണവം ശശിയും സംഘവും അവതരിപ്പിച്ച നാടൻപാട്ട് അവതരണവും രാജ് കലേഷിന്റെ മാജിക് ഷോയും അനുബന്ധമായി നടന്നു. UTV ന്യൂസ്, പാലക്കാട്.